കൊക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോർമലി ഒരു എൻ്റെ വ്ളോഗിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാനല്ല, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ തന്നെ ഓൺലൈനായിട്ട് ബിസിനസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെല്ലാം മിക്കവാറും മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഇല്ലായെങ്കിൽ വാട്സപ്പ് ത്രൂ ഒക്കെ ആയിട്ട് ഒരുപാട് ചാറ്റ് ചെയ്തിട്ടായിരിക്കും വെൻഡേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്. ഞാനും അതുപോലെയാണ്. ഞാൻ വളരെ കുറച്ച് ടൈം മാത്രമാണ് ഡയറക്റ്റ് ഇപ്പം ജയ്പൂരാണെങ്കിലോ അല്ലെങ്കിൽ സൂറത്താണെങ്കിലോ ഒക്കെ പോയി പർച്ചേസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ഓൺലൈൻ തന്നെയാണ്. അപ്പം ഇന്നും ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൺടാക്റ്റ് കിട്ടി. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു, അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം എൻ്റെ റിക്വയർമെൻറ്റ്സ് അറിയിച്ചു. അവരെനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തരികയാണ്, അതായത് അവരുടെ കയ്യിലുള്ള കളക്ഷൻസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ റേറ്റ് നോക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ചു വളരെ കുറവായിട്ടുള്ളൊരു റേറ്റാണ്, അതായത് ആ പ്രോഡക്റ്റ് അത്രയും നല്ലതാണ്, അറ്റ് ദ സെയിം ടൈം തന്നെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, നല്ല വെണ്ടർ ആയിരിക്കും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വളരെ ക്യൂരിയോസിറ്റിയിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദെൻ അവരോട് ഞാൻ എന്താ പറയുക, അവരുടെ GST നമ്പർ ചോദിച്ചു. അപ്പോൾ അവരെനിക്കൊരു ഡീറ്റെയിൽ അയച്ചു തന്നു. ആക്ച്വലി അത് GST നമ്പർ പോലും അല്ല, അതിൻ്റെ ഫ്രണ്ടിലുള്ള GST IN അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല, വെറുതെ ABCD എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് സോ അവരെൻ്റെയൊക്കെ തന്നു. ഞാൻ എന്ത് ചെയ്തു, അത് നേരെ ചെന്ന് GST പോർട്ടലിൽ പോയി സെർച്ച് ചെയ്തു അത് വെൻഡേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം അത് സെർച്ച് ചെയ്യുമ്പോഴാണ് കാണുന്നത് അങ്ങനെ ഒരു കമ്പനി ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെയിമിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനിയും ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചാറ്റ് ചെയ്യുന്നത് ഫ്രോഡുകളുമായിട്ടാണ്. എന്നിട്ടും അവരെ എനിക്ക് ഈ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ അവരെ വിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം വീഡിയോ കോൾ ചെയ്തു അവർ പെർമിഷൻ തരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാമെന്ന്. ഇതുവരെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ആൾക്കാരെ കിട്ടാറുണ്ട്, അതായത് ഇങ്ങനെ ആൾക്കാർ എൻ്റെ കയ്യിൽ സംസാരിക്കാറുണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ വിട്ടേക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്നെപ്പോലെ വേറെ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ GST നമ്പേഴ്സ് സെർച്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ അവർ കറക്റ്റാണെന്ന് അറിയാതെ ചെന്ന് പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് ചോദിച്ചിട്ടുണ്ടാവണം അവരുടെ GST നമ്പർ. ആൻഡ് GST പോർട്ടലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ രജിസ്റ്റേർഡ് ആണോ, ആ കമ്പനി അവിടെ ഉള്ളതാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേയ്മെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലും ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. ഇന്ന് ഞാൻ ജസ്റ്റ് മിസ്സാണ്, ഞാനത് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് ഇന്ന് പോയേനെ. സോ നിങ്ങളും എന്താ പറയുക, മേക്ക് ഷുവർ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം. ഓക്കെ.